Namaste, welcome back to my channel Maintainer. സ്കാൽപ്പിങ്ങിൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൽ എൻട്രി എക്സിറ്റ് ഫേക്ക് ആയിട്ട് പോകുന്ന ട്രേഡൊക്കെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, എക്സിറ്റ് ലെവൽ എങ്ങനെ കണ്ടെത്താം, ഒരു ട്രേഡ് എടുത്ത് പെട്ടെന്ന് റിവേഴ്സ് പോകുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇന്നത്തെ ട്രേഡിലൂടെ കാണിക്കാം. ഗോൾഡ് മിനിയുടെ ചാർട്ടാണ് MCXൽ നമ്മൾ സോഫ്റ്റിൽ സ്കാൽപ്പിങ്ങിൽ നമ്മൾ എടുക്കുമ്പോൾ 5 minutes ആണ് എടുക്കുന്നത്. അപ്പം പ്രത്യേകിച്ചും കമ്മോഡിറ്റി മാർക്കറ്റിൽ 15 കുറച്ചുകൂടെ ആക്യുറസി. അപ്പോൾ സ്കാൽപ്പിംഗ് എടുക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ളതിൻ്റെ ലൈവ് സെക്ഷനിലൂടെ ഞാൻ കാണിച്ചു തരികയാണ്. അപ്പോൾ സിമ്പിളാണ് ഇന്നത്തെ ചാർട്ട്. നമുക്ക് മോർണിംഗിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നമുക്ക് 2:30 ശേഷം മാർക്കറ്റ് ഫ്രണ്ടിലോട്ടും കയറി നല്ലൊരു ഇൻഡിക്കേഷൻ ആയിരുന്നു. ലാസ്റ്റ് വന്ന അപ് ട്രെൻഡ് റെസിസ്റ്റൻസ് സ്ട്രോങ് ആയതുകൊണ്ട് മാർക്കറ്റ് കയറി നമുക്ക് നല്ലൊരു റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മോർണിംഗിൽ ഡൗൺ സൈഡും കറക്റ്റ് ആയിരുന്നു. ഇപ്പോൾ സോഫ്റ്റ് നമുക്ക് തലേദിവസം, അതായത് സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ വന്ന തലേദിവസത്തെ കണ്ടിന്യൂഷൻ ആണ് പോയിരിക്കുന്നത്. അപ്പം നമുക്ക് തലേദിവസം നമുക്ക് വന്ന സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് സിഗ്നൽ വന്ന സമയത്ത് നമുക്ക് കൺഫേം ആയിരുന്നെങ്കിലും, നമുക്ക് താഴത്തെ ബാർക്കിലേക്ക് കൺഫേം ആയിരുന്നെങ്കിലും, പക്ഷേ നമുക്ക് അവിടെ പെട്ടെന്ന് മാർക്കറ്റ് റിവേഴ്സ് പോവുകയുണ്ടായിട്ടുണ്ട്. അതായത് സിഗ്നൽ വന്ന് കൺഫർമേഷൻ വന്ന് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തതിന് മുമ്പ് നമുക്ക് അവിടെ ട്രേഡ് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എക്സിറ്റ് ലെവൽ ഓറഞ്ച് കളർ തന്നിട്ടുണ്ട്. തിരിച്ച് മാർക്കറ്റ് കയറിയതിന് ശേഷമാണ് സപ്പോർട്ട് കട്ടി താട്ടിറങ്ങി. സപ്പോർട്ട് സ്ട്രോങ് ആയതുകൊണ്ട് നല്ല രീതിയിൽ ഡൗൺ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് മാർക്കറ്റ് ഇപ്പം ഇന്നും നമുക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇറങ്ങുമായിരുന്നു. നല്ലൊരു ഡൗൺ ട്രേഡ് ആയിരുന്നു. അപ്പോൾ അതിൽ ലാസ്റ്റ് വന്ന ബൈ ഇൻഡിക്കേഷൻ ആണ് നമുക്ക് മാർക്കറ്റ് മേളിൽ കൊടുത്തിരിക്കുന്ന അതിൻ്റെ എൻട്രി പോയിൻറ്റും ടാർഗറ്റുകളും. അപ്പോൾ 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ട്രേഡ് എടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ സിഗ്നൽ വരുന്ന സമയത്ത് ആ താഴത്തെ ബാർ കളർ കൺഫേം ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്യാനിൽ ബ്ലൂ ആണ്, ചെറുതായിട്ട് കയറിയെങ്കിലും കൺഫേം ആയില്ല. കൺഫർമേഷൻ വന്ന സമയത്ത് അവിടുന്ന് ക്യാൻഡിൽ ഗ്രീനും അതേപോലെ താഴെ ഗ്രീനും റെസിസ്റ്റൻസും സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. അവിടെ നല്ലൊരു ഇൻഡിക്കേഷൻ ആയിരുന്നു. ഇപ്പം ചെറുതായിട്ട് മാർക്കറ്റ് പുൾ ബാക്ക് ഇറങ്ങി രണ്ടാമത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. നെക്സ്റ്റ് ട്രേഡ് എടുക്കേണ്ടവർക്ക് നമുക്ക് തിരിഞ്ഞ് നെക്സ്റ്റ് ഒരു ബ്രേക്ക് ഔട്ടിൽ തന്നെ നമുക്ക് അടുത്ത ട്രേഡ് എടുക്കാം. റെസിസ്റ്റൻസ് ഇപ്പോൾ കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് തേർഡും നമ്മൾ അടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്ത ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് ബ്രേക്ക് ഔട്ടിൽ സെക്കൻഡ് ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യാം, അല്ല ഫസ്റ്റ് ടാർഗറ്റിൽ നമുക്ക് മതിയെങ്കിൽ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറാവുന്നതാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ലേറ്റസ്റ്റ് വേർഷൻ പ്രത്യേകിച്ചും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ലേറ്റസ്റ്റിന് കുറച്ചുകൂടെ ആക്യുറസി വരുന്ന ടൈം ഫ്രെയിം നമുക്ക് 15 minutes ആണ്. 15 minutes ആണ് നമുക്ക് കുറച്ചുകൂടെ നല്ലത്. സൈഡ് വേസ് ഒക്കെ പ്രത്യേകിച്ചും ഐഡൻറ്റിഫൈ ചെയ്യാൻ 15 minutes ആണ് കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ 5 minutes സ്കാൽപ്പിംഗ് ആയിട്ട് വരുന്ന ട്രേഡുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിൽ സ്ട്രോങ് ബ്രേക്ക് നമുക്ക് തിരിച്ചറിയാൻ റെസിസ്റ്റൻസ് സപ്പോർട്ടിൻ്റെ സ്ട്രോങ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം സിഗ്നൽ വന്ന് കൺഫേം ആയി പെട്ടെന്ന് ട്രേഡ് എടുത്ത് റിവേഴ്സ് പോകുന്ന സമയത്തും കളർ ചേഞ്ച് കാണിച്ചിട്ടുണ്ട് എക്സിറ്റ് ലെവൽ. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് ലേറ്റസ്റ്റ് വേർഷൻ 8.1. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും.